കടമയാണ് മുകളിലുള്ള രണ്ടുപേരെ താഴെയുള്ള ഒരാളെയും നോക്കുന്നത്. പക്ഷെ നമ്മൾ അവസാനം വരെ ഇവിടുന്ന് പോകുന്നവരെ ഗൃഹസ്ഥാശ്രമത്തിലാണ്. നമ്മൾ ഇവിടുന്ന് ഈ സത്സംഗത്തിൻ്റെയൊക്കെ മെയിൻ നമ്മളെ ഇതിന്നൊക്കെ ഒരു മോചനം കിട്ടി. നമുക്ക് പറ്റുമോ ഈ സംഘത്തിൽ നിന്ന് വിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കുറേശ്ശെ നമ്മൾ നിസ്സംഗത്വം വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ആത്മീയമായ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഈ കലികാലത്തില് വേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അവസാനം നവനവനിലേക്ക് ചുരുങ്ങി നമ്മുടെ സ്വരൂപത്തിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 90 വയസ്സായിട്ടും പെയിന്റടിക്കാനും തൊടിയിൽ പുല്ല് മുളച്ചു, അത് മുളച്ചു, ഇത് മുളച്ചു, അവൻ വന്നില്ല, ഇവൻ വന്നില്ല, 100 പ്രശ്നങ്ങളാണ്. നാമം ജപിക്കാൻ മാത്രം തോന്നില്ല. അതാണ് നമ്മൾ തോന്നുന്നത്. കാരണം പല ആൾക്കാരും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവസാന കാലത്തല്ലേ അന്തേ നാരായണ സ്മൃതി. അതാണ് നമ്മുടെ നാമജപത്തിൻ്റെയും സാധനകളുടെയും ലക്ഷ്യം. നമ്മൾ അവസാന കാലത്ത് ഈശ്വര സ്മരണയോട് കൂടി പോവുക. എന്നാലാണ് ഈ ജന്മമോക്ഷം കിട്ടുള്ളൂ. ഭാഗവതൊക്കെ ഇതിനെ എല്ലാ വേദപുരാണങ്ങളും ഇതിനെ നമുക്ക് കാണിച്ചു തരികയാണ്. ഋഷഭദേവന്റെ മകൻ അല്ലേ ഭരത ചക്രവർത്തി അവസാനം ഒരു മാനിനെ രക്ഷിച്ചു വന്നപ്പോൾ പിന്നെ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. പിന്നെ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് വരും, പിന്നെ മോക്ഷം കിട്ടി. അദ്ദേഹം പദവിയെല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ വേണ്ടി പോയ ആളാണ്. ആ മോക്ഷം കിട്ടാറാകുമ്പോഴാണ് ഒരു മാൻകുട്ടിയിൽ പ്രേമം വന്നത്. ആ മാൻകുട്ടിയിൽ പോയി ആ മാൻകുട്ടിയായിട്ട് അതിൻ്റെ പിന്നാലെ പോയി അവസാനമാകുമ്പോൾ മരിക്കുമ്പോൾ മാൻകുട്ടിയായിട്ട് പിന്നെ ജനിക്കേണ്ടി വന്നു. പക്ഷെ ആ പൂർവ്വജന്മ സ്മരണ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആശ്രമം വിട്ടു പോയില്ല. ഇനി ഞാൻ വേറെ പോകാൻ പറ്റില്ല, ഈ മാനിലെ അവസാനിക്കണം പറഞ്ഞ ആശ്രമത്തിനെ ചുറ്റിപ്പറ്റി ആ ജന്മം പോയി വീണ്ടും ഒരു ജഡഭരതനായിട്ടൊരു ബ്രാഹ്മണ ഗൃഹത്തിൽ ജനിച്ച് പിന്നെ മോക്ഷം ചെയ്തു. അപ്പൊ നമ്മുടെ സ്ഥിതി എത്ര ജന്മങ്ങൾ പോകണമെങ്കിൽ നമുക്ക്, കാരണം ഭാഗവതത്തിൽ കൂടെ കാണിച്ചതാ. അപ്പൊ എന്തിനാ പറയുന്നത്, നമ്മുടെ ആ നിസ്സംഗത്വം വരണം. സത്സംഗം കൊണ്ട് കുറച്ചു നേരെങ്കിലും കിട്ടിയാൽ ഭാഗം. ആ നിസ്സംഗത്വം വന്നാലാണ് പിന്നെ നിർമോഹത്വം വരുന്നു. ഈ നിർമോഹത്താണ്, ഈ മോഹങ്ങളാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നം. എന്തൊക്കെ ഭാഗവതത്തിലൊക്കെ മക്കള് വലുതായ മക്കളെ ഏൽപ്പിച്ചിട്ട് അവരപ്പ പോകും, വനത്തിൽ അപ്പ പോകും തപസ്സിന്. ഒരു പേരക്കുട്ടോളെയും നോക്കിയിട്ട് ഒരു ഭാഗവതത്തിൽ ഒരു കഥയില്ല, ഉണ്ടോ? എല്ലാ മക്കള് കഴിഞ്ഞ് നമുക്കിപ്പോ പേരക്കുട്ടികളും അപ്പുറക്കുട്ടികളെയും കാര്യമൊക്കെ ഏറ്റവും വലുത് അല്ലേ? അപ്പൊ മക്കള് കഴിഞ്ഞു. കാരണം എന്താ, മക്കളെ താലോലിക്കാൻ പറ്റൂ. അപ്പൊ ആ താലോലിക്കണം എന്നുള്ള മനസ്സിന്റെ മോഹമാണ് പേരക്കുട്ടികളുടെ കൂടെ പോണേ. മക്കളെ പിടിച്ച് മടിയിലിട്ടാൻ പറ്റൂ, അവരെ താലോലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല മക്കൾ. പിന്നെ അവരെ താലോലിക്കാൻ പറ്റൂ. ആ സമയത്ത് ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് പേരക്കുട്ടികളെ പിന്നാലെ പോണേ. അപ്പൊ ഈ മനസ്സിന്റെ ഈ ഒരു നിർമോഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സത്സംഗങ്ങളും നമ്മുടെ ആത്മീയ സാധനങ്ങളൊക്കെ. അവസാനമാകുമ്പോ നമ്മുടെ മനുഷ്യ ജീവിത ലക്ഷ്യം ആ മോക്ഷം, ചിതപ്രത്യത്വം, ആത്മപ്രകാശനം, ആത്മബോധം, ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ സ്റ്റെപ്പുകളിൽ കൂടിയൊക്കെ പോകണം. സത്സംഗത്തെ നിസ്സംഗത്വം, ആ നിസ്സംഗത്തിൽ നിന്നാണ് നിർമോഹത്വം വരുന്നു. ഈ മോഹങ്ങളിൽ നിന്നും മുക്തിയായാലാണ് നിശ്ചലതത്വം, ആ ആത്മ സ്വരൂപസ്ഥിതി വരുള്ളൂ. അതന്നെയാണ് മോക്ഷം, അതന്നെയാണ് ആത്മപ്രകാശം, ആത്മബോധത്വം. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ സത്സംഗങ്ങൾ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഈ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നിങ്ങൾ എത്ര സത്സംഗം കിട്ടിയാലും ഈ വൈരാഗ്യം വന്നിട്ടില്ലെങ്കിൽ, ഇന്നിപ്പോ വൈരാഗ്യങ്ങൾ ഭയങ്കര വൈരാഗ്യം പറയാം, തമ്മിലുള്ള വൈരാഗ്യം, അസൂയ കൊണ്ടിട്ട് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാൻ, ആ വിഷയത്തിലുള്ള ആസക്തി ഒഴിവാക്കിയിട്ടുള്ള അന്തർമുഖത്വം വരുന്നതാണ് നമ്മുടെ വൈരാഗ്യം. ആ ഒരു വൈരാഗ്യം ആദ്യം വേണ്ടത്. പിന്നെ വേണ്ട ജ്ഞാനവൈരാഗ്യം. നമ്മുടെ ഓരോ ഭക്തിയും, ഇന്ന് ഭക്തി എല്ലാവരും മൂത്ത സമയമാണ്. ഭക്തിയൊക്കെ ഉണ്ടോ എല്ലാവരും, ബാഹ്യമായ ഭക്തി. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് അല്ലേ? ഭാഗവതത്തിലെ മഹാത്മ്യത്തിൽ നല്ലൊരു സീൻ വേദവ്യാസം കാണിച്ചു തന്നിട്ടുണ്ട്. ഭാഗവതം മുഴുവൻ ഓരോ രംഗങ്ങളാണ്. മഹാത്മ്യം തൊട്ട് അവസാനം ബ്രഹ്മോപദേശം വന്ന് പരീക്ഷത്തിന്റെ ദേഹമുക്തിയും ഒക്കെ കാണുന്ന ആ രംഗം വരെ ഓരോരോ രംഗമാണ്. നമ്മൾ ആ ഓരോ രംഗത്തിനെ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഭാഗവതം ശരിക്കും മനസ്സിലാവും.
ഇവിടെ നമ്മളൊക്കെ പിന്നെ ആദ്യത്തെ വരാവതാരായി, ഭദ്രവാളി ആവിർഭവമായി, മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരായി, കൃഷ്ണാവതാരായി, കല്യാണമായി, പിന്നെ 6-ാമത്തെ ദിവസം കുചേലവൃത്തും കഴിഞ്ഞ് 12-ാം അധ്യായം വായനയായി. നമുക്കതിൽ ഓരോ രംഗം, കാരണം സപ്താഹത്തിൽ പറ്റില്ല, ഒരു ദിവസം 52 അധ്യായം വായിക്കണം, 330 അധ്യായങ്ങളാണ്. ഈ 52 അധ്യായം വായിച്ചിട്ട് തീർക്കാനിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ അവര് മെയിൻ കഥകൾ മാത്രമേ കൂടുള്ളൂ, കാരണം അതിന് ആചാരങ്ങൾ കൂടും. നമുക്ക് വേണ്ടത് ആചാരങ്ങളാണ്, നമുക്ക് വേണ്ട ആചാരങ്ങൾ സദാചാരങ്ങളാവുന്നതിന് പകരം ഇപ്പം അനാചാരങ്ങളും ദുരാചാരങ്ങളും ആയിക്കൊണ്ടിരിക്കുക. ഇന്നലെ നമ്മുടെ ധർമ്മ രക്ഷ യാത്ര ഉണ്ടായിരുന്നു. ഒരു 10-30,000-40,000 ആൾക്കാർ കൂടി പാലക്കാട്, കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെ യാത്ര നടക്കുകയാണ്. അവരുടെ ലക്ഷ്യം തന്നെ നമ്മുടെ ഹിന്ദുക്കൾക്ക് വന്ന ധർമ്മക്ഷയം, ആ ചുതി എങ്ങനെ മാറ്റാം. അതിലാദ്യം കുറേ സ്വാമിമാർ സംസാരിച്ചു. നമ്മൾ തന്നെ ഇന്ന് കുറേ കാര്യങ്ങൾ മാറ്റണം. അതിലാദ്യം ഒരു സ്വാമി പറഞ്ഞാൽ, എന്ന് പിറന്നാളിന് കേക്ക് മുറിക്കാൻ തുടങ്ങിയോ അന്ന് നമ്മുടെ ഹിന്ദുക്കൾ നശിക്കാൻ തുടങ്ങി. മാത്രമല്ല, എല്ലാ കുട്ടികളുടെ നാമകരണത്തിനും അതിനു പോലും കേക്ക് മുറിക്കാൻ തുടങ്ങി. ആ ഒരു ചടങ്ങ് നിർത്തി കേക്ക് മുറിക്കുക. അപ്പൊ എന്തോ ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് വരാൻ തുടങ്ങിയോ അന്ന് നമ്മുടെ ഹിന്ദു സംസ്കാരം നശിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും ഇപ്പൊ സന്ധ്യ നേരത്ത് മുഴുവൻ 2 സന്ധ്യ രാവിലെ ഇല്ലെങ്കിലും വൈകുന്നേരത്തെ സായം സന്ധ്യകൾ പോലും വടക്ക് പുറത്തുണ്ട് പേടിച്ചിട്ട്. പക്ഷേ ആ സമയത്തിന് നാമജപങ്ങളൊന്നുമില്ല. പണ്ട് നാമം ചെല്ലില്ലെങ്കിൽ ചോറിട്ടില്ല. ഒരു കാര്യം ഉറക്ക നശുവായി ചെല്ലില്ലെങ്കിൽ ചോറുണ്ടില്ല. പക്ഷെ ഇന്നിപ്പം ആവും, ഇന്നിപ്പം നാമം ചെല്ലുണ്ട്. അപ്പോ ഉദിച്ചതിന്റെ പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കാൻ പോണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, കാരണം നമ്മുടെ എല്ലാ ശ്ലോകങ്ങൾ സംസ്കൃതത്തിലാണ്, അതിന്റെ അർത്ഥം അറിയില്ല. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു ശ്ലോകമുണ്ട്, ധ്രുവചരിതത്തിലുള്ളതാ. ധ്രുവന്റെ യോന്ത പ്രവിശ്യ മമ വാചമിതാം പ്രസുപ്താം സന്ദീപയത്യാഖില ശക്തിധരസ്തുതാം അന്യാംശാസ്തരണാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇത് കേട്ടവരല്ലോ. ഇത് നമ്മൾ പറയണ രാവിലെ എണീറ്റ് ആരാണ് എന്നെ ഉറക്കത്തുനിന്ന് ഉണർത്തിയത്, ആരാണ് എൻ്റെ കൈകാലുകൾക്ക് ശക്തി തന്നത്, ആരാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി തന്നത്, എൻ്റെ മനസ്സിൽ ആരാണോ ചിന്തകൾ ഉണർത്തിയത്, ആ ശക്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ട് പറയും, ഞാൻ പലപ്പോഴും വിചാരിക്കുക പ്രാവർത്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് കടലാസിൽ എഴുതി വീടിന്റെ പിള്ളേരെ എണീക്കുന്ന മുമ്പിലാക്കി എഴുതി വെച്ചു. അവരെ എപ്പോഴെങ്കിലും നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു, ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഇത് ഉറക്കെ എഴുതിയിട്ട് അതിന്റെ അർത്ഥം, ശ്ലോകം എഴുതണം, അർത്ഥം, കാരണം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. നമ്മുടെ ഈശ്വര സ്മരണം മുഴുവൻ ഈ ശക്തിനെയാണ് ആരാധിക്കുന്നത്. പണ്ട് അതിനെ ശൈവം, വൈഷ്ണവം, ശാക്തേയം പറഞ്ഞ് തല്ലുകൂടിയിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ശങ്കരാചാര്യ അതിന് അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്ന് എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി ഇന്നും പണ്ട് അതിനുള്ള കഥകളുണ്ട് ഭാഗവതത്തില്ലേ. ദക്ഷൻ ശൈവഭക്തനായിരുന്നു. അദ്ദേഹം ശിവനെ നിന്ദിച്ച് വായിച്ചിട്ടായിരുന്നു. അതുപോലെ ബാണന്റെ കഥയുണ്ട്. ബാണശിവ വിഷ്ണുവിനെ നിന്ദിച്ചു. അപ്പൊ അന്ന് മുതലൊക്കെ ഈ ശിവ വൈഷ്ണവർ തമ്മിലുള്ള ഇതുണ്ട്. അതൊക്കെ മാറ്റി ഇന്നും, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വിഗ്രഹമായപ്പോ ഇന്ന് വിഗ്രഹാരാധന മാത്രമേ ഉള്ളൂ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിനെ ഒരു വിഗ്രഹത്തിലാക്കുന്നത്. സ്ഥൂല രൂപത്തിലുള്ള വിഗ്രഹങ്ങളിൽ കൂടി സൂക്ഷ്മ രൂപത്തിലുള്ള ആ ആശയത്തെ, ആ തത്വത്തെ നമ്മൾ ഗ്രഹിക്കാൻ കഴിയണം. എന്നിട്ട് നമ്മുടെ ജീവനെ അന്തർമുഖമായി ചെയ്യണം. ജീവൻ പ്രാണനോട് ചേർന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി ബാഹ്യമായി പോകുന്ന ഈ ജീവനെ അന്തർമുഖമാക്കണമെങ്കിൽ നമ്മൾ ആ തത്വം മനസ്സിലാവണം. അതുകൊണ്ടാണ് ആ ഭാഗവത മാഹാത്മ്യത്തിലൊരു സീൻ ഇല്ലേ. നാരദൻ ചെന്നപ്പോ യൗവനയത്തെയായ ഒരു സ്ത്രീ, അവര് മുമ്പില് വാർദ്ധക്യം കൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന 2 മക്കള്. ആ നാരദൻ ചോദിക്കുന്ന അങ്ങ് ആരാണെന്ന്. ഭക്തിയൊരു ചോദ്യമുണ്ട്. നാരദ മഹർഷി, ഭക്തിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി കൊണ്ട് നടക്കുന്ന അങ്ങക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആ ഭക്തിയാണെന്ന്. അതാണ് കലികാലത്തിന്റെ ഒരു ഏറ്റവും വലിയ ഇത്. കാരണം പ്രപഞ്ചം മുഴുവൻ നടന്നിട്ടും മുഴുവൻ കലിയുടെ ആ പ്രസരം നോക്കിയിട്ടാണ് അവസാനം വൃന്ദാവനത്തിൽ പോയപ്പോഴാണ് ഭക്തി മാത്രം. അപ്പൊ ഈ കിടക്കുന്ന ആൾക്കാർ ജ്ഞാന വൈരാഗ്യങ്ങളാ പറഞ്ഞു.
അപ്പൊ ആ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭാഗവത സപ്താഹം. ആദ്യത്തെ ഭാഗവത സപ്താഹം മറ്റേ സനകാദി മഹർഷിമാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവർക്ക് എങ്ങനെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിച്ചിട്ടും അവർക്ക് ബോധം വന്നില്ല. അങ്ങനെ ബദരിയിൽ പോയപ്പോൾ സനകാദികൾ പറയുന്നു മഹർഷെ അവർക്ക് ഭാഗവതം കേൾപ്പിക്കൂ. അപ്പൊ നിങ്ങളെ തന്നെ വന്ന് ചെയ്യണം പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആ ഗംഗാതീരത്ത് വെച്ച് ആദ്യത്തെ സപ്താഹം നടന്നു. സപ്താഹം തുടങ്ങി ആദ്യത്തെ ശ്ലോകം വായിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നു. അപ്പൊ ഭക്തിയോട് ഞങ്ങൾ എവിടെ ഇരുന്നിട്ട് ആ സപ്താഹം കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറയും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരുടെ മനസ്സിലാണോ ശുദ്ധിയുള്ളത് നിങ്ങൾ അവരുടെ മനസ്സിലിരുന്ന് സപ്താഹം കേട്ടോളൂ എന്ന് പറഞ്ഞു. ഭാഗവതത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ സപ്താഹം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ആ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ നമ്മുടെ ഉൾക്കൂടി ഇരുന്നിട്ട് സപ്താഹം കേൾക്കും. അത് നിങ്ങൾ ഏത് സപ്താഹത്തിലും പോയി ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നാരം മറിച്ച് കൊടുത്തതാണ്. അപ്പൊ ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഭക്തിക്ക് ശക്തി ഉണ്ടാവുള്ളൂ. വെറുതെ നമ്മളൊക്കെ അന്ധമായിട്ടുള്ളതാ അല്ലേ? ഇന്നിപ്പോ വിജയിച്ചതിന്റെ പറഞ്ഞ കൂട്ടത്തിൽ തിരുപ്പതിയില് 39 കോടി രൂപയുടെ കിരീടം കൊണ്ട് വെച്ചിട്ട് 39ാമത്തെ ദിവസം ജയിലിൽ പോയി റെഡ്ഡി ബ്രദേഴ്സ് ആന്ധ്രയിൽ. അപ്പൊ ഇന്നിപ്പോ നമ്മളൊക്കെ കട്ടുമുടിച്ചും ചതിച്ചും ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ സ്വർണ്ണമായിട്ട് അമ്പലത്തിൽ കൊണ്ടു. ഇപ്പൊ കാണാല്ലേ എല്ലാ കള്ളന്മാരും കട്ടുമുടിച്ച കാശ് അവിടെയുള്ള വേറെ കള്ളന്മാർ അത് കൊണ്ടുപോകും. അപ്പൊ ഇന്നലെ സ്വാമിജി പറഞ്ഞു ഇനിയെങ്കിലും നമ്മുടെ ധർമ്മ സേവനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഇരിക്കാനും ഒരു ക്ഷേത്രം കൊണ്ട് നടത്താനും ഇവിടെ വേണ്ടത് സത്സംഗങ്ങളാണ്. അങ്ങനെയുള്ള ധർമ്മ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിലുള്ള കാശ് കഴിയുന്ന സംഭാവന നിങ്ങൾ ധർമ്മ സേവനങ്ങൾക്ക് കൊടുക്കുക. നമ്മുടെ ഈ സനാതന ധർമ്മം ഏതൊക്കെ രൂപത്തിൽ സത്സംഗങ്ങൾ ഉണ്ടാവാം, നമ്മൾ ഓരോ സപ്താഹങ്ങള് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യുക. വെറുതെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടക്കണം. അതിന് ക്ഷേത്രം വേണം. നമ്മളിപ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ ഐശ്വര്യമാണ് ക്ഷേത്രത്തിന്റെ വളർച്ച. അപ്പൊ അതിനനുസരിച്ചുള്ള തന്ത്രം നമ്മുടെ അതിന്റെ ഓരോ അതിനകത്തുള്ള പുഷ്പാഞ്ജലികൾ ഈ വക കാര്യങ്ങൾ കലശങ്ങളൊക്കെ വേണം. എന്നാലേ അമ്പലത്തിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ, ശക്തി ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സഹായിക്കണം. അല്ലാതെ ബാക്കിയുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്റ് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത്. ഇന്നലെ കുറെ കാര്യങ്ങൾ അവിടെ തീരുമാനം എടുത്താണ് സന്യാസിമാരുടെ ഇടയിൽ ഹിന്ദുക്കൾ മനസ്സിലായി. അപ്പൊ അവരെ പറഞ്ഞാണ് പിന്നെ എന്താണ് ജ്ഞാനം കൊണ്ട് ഈ ജ്ഞാനം എന്താണെന്നാണ് ഈ നമ്മുടെ അജ്ഞാനം കൊണ്ട് അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന കർമ്മമാണ് നമ്മളെ വാസനകൾ ഉണ്ടാക്കുന്നു. ഈ വാസനകളെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മങ്ങളെ എടുത്തു വരുന്നത്. അപ്പൊ അതിന് ഈ ജനനം മരണം ഇതൊന്നും സംസാരത്തിൽ മുക്തി വേണമെങ്കിൽ ഈ വാസനാക്ഷയം വരണം. ഈ വാസനാക്ഷയം വരണമെങ്കിൽ കർമ്മം കൊണ്ട് തീർക്കണം എന്നാ പറയുക. അപ്പൊ ഈ ജ്ഞാനം വരണമെങ്കിൽ ആദ്യം വേണം ഈ ജ്ഞാനം ഭക്തിയിൽ കൂടിയാണ് വരിക. അപ്പൊ നമ്മൾ പറയും അമ്പലത്തിൽ കൂടി വളരണം, അമ്പലത്തിൽ ജനിക്കണം, അമ്പലത്തിൽ മരിക്കരുത് പറയും. കാരണം അമ്പലത്തിൽ കൂടി ഭക്തി വളർന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് അറിയുള്ളൂ എന്താണ് ഭക്തി എന്നത്. അപ്പൊ അതിന് കർമ്മം വേണം. ആ കർമ്മം എന്ത് വേണം? ഭക്തിക്കുള്ള കർമ്മം. ആ കർമ്മം ചെയ്താൽ ജ്ഞാനം വരും. ജ്ഞാനം വന്നാൽ കർമ്മം ഉണ്ടാവില്ല. ഏത് കർമ്മം ഉണ്ടാവില്ല? വാസനകളെ സൃഷ്ടിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ജ്ഞാനം വേണം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഓരോ പറഞ്ഞില്ലേ ഇപ്പൊ ഗുരുവന്റെ സ്തുതി അതിന് അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും സച്ചിദാനന്ദ രൂപായ വിശ്വപ്രത്യാദിയാകവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം എന്ന് പറയില്ലേ. സത്ത് ചിത്ത ആനന്ദം സച്ചിദാനന്ദ സ്വരൂപം. നമ്മളൊക്കെ ആത്മാവ്, നമ്മുടെ ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. നമ്മുടെ സ്വരൂപം തന്നെയാണ് സച്ചിദാനന്ദം. അപ്പൊ ഈ സച്ചിദാനന്ദ സ്വരൂപായ വിശ്വത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയത്തിന് കാരണഭൂതനായ താപത്രയ വിനാശായ 3 തരത്തിലെ ദുഃഖങ്ങളാണ് അല്ലെ. ആ 3 തരത്തിലെ ദുഃഖങ്ങളെ വിനാശിക്കുക ശ്രീകൃഷ്ണായ വയം നുമാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് പോലും ശ്രീകൃഷ്ണ അംശമാണ് എന്ന് നമുക്ക് ധരിക്കുന്നതാണ്. ഓരോ ശ്ലോകം മന്ത്രം ചെല്ലുമ്പോഴും സ്തുതിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ബോധം വേണം അല്ലേ. ഇപ്പൊ പീതാംബരം കരവിരാജ സന്ധിചക്രം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ മുഖം അല്ലെങ്കിൽ ആ രൂപം നമ്മുടെ ഉള്ളിൽ ആ ശ്ലോകം ചൊല്ലുന്നതോട് കൂടിയിട്ട് ഉദിക്കണം. അപ്പൊ ആ ഒരു അങ്ങനെ വന്നാലാണ് നിസ്സംഗത്വം വരുന്നു, നിർമോഹത്വം വരുന്നു ഒക്കെ. അപ്പോ ഇത് നമ്മുടെ രാമവുമായിട്ട് പറയാണ്.
നമ്മുടെ സത്സംഗത്തിന്റെ എന്താണ് സത്സംഗം കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്? കാരണം നമ്മുടെ ഉള്ളില് ഈ അന്തർമുഖ സമാരാധ്യായി എന്ന് പറയുന്നുണ്ട്. ബഹുർമുഖ സുദുർലഭ, പുറത്തേക്ക് വരാണ്ട് അകത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക ലളിതാ സഹസ്രനാമത്തിൽ പറയാം അല്ലേ. അപ്പൊ അന്തർമുഖമായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ നമ്മളിത് ഈ ജ്ഞാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ സപ്താഹത്തിലൊക്കെ പോകുമ്പോൾ. അപ്പൊ അവിടെ പിന്നെ വന്ന് ഹൃദയവിദ്യയാണ്. ഹൃദയവിദ്യ ശോകനാശിനി. ഇതേപോലെ തന്നെയാണ് ശോകനാശിനി. ശോകം, നമ്മൾ ദുഃഖം രണ്ട് തരത്തിലാണ്. ഒന്ന് ശാരീരിക ദുഃഖമുണ്ട്, അത് ചികിത്സിച്ചാ പോകണം അല്ലേ. ഒന്ന് മാനസിക ദുഃഖമുണ്ട്. അപ്പൊ ഈ മാനസിക ദുഃഖം, ആ ശോകം മാറണമെങ്കിൽ നമ്മൾ ഈ ആത്മസ്വരൂപം, ഈ ജ്ഞാനം വേണം, ആത്മസ്വരൂപം തെളിയണം. ആ അന്തർമുഖത്വം വന്നാലാണ്. അന്തർമുഖത്വം പറഞ്ഞാൽ അന്ധക്കരണ ശുദ്ധി. അപ്പൊ ഒന്ന് ബാഹ്യം വരും, മനസ്സ് ബുദ്ധി ചിത്താഹങ്കാരം വന്നാൽ ഈ അന്ധക്കരണം പറയാൻ മനസ്സ് ബുദ്ധി ചിത്താഹങ്കാരം, ഈ അന്ധക്കരണ ശുദ്ധി വന്നാലെയാണ് നമുക്ക് ഈ മുഖം വരുള്ളൂ. അപ്പൊ ആ ഹൃദയവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ ആത്മീയമായ ഒരു വിചാരം, അന്തർമുഖത്വം വന്ന് സ്വരൂപസ്ഥിതിയായിരിക്കുന്ന അതിനെ ഒരു വിചാരം ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി. അങ്ങനെ ഒരു ശാന്തി വന്നാൽ ശോകം ഉണ്ടാവില്ല. ശരീരത്തിന് എന്ത് വേദന വന്നാലും ചികിത്സിക്കണം. ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഇന്നിപ്പോ ആസ്പത്രിയിലാണ് തലവേദന വന്നാൽ ചോദിക്കുക, സ്കാൻ ചെയ്ത് അതിനൊരു ട്യൂമറുണ്ടോ? അപ്പോഴേക്ക് അങ്ങനെ ഹൃദയത്തിൽ വേദന, കഫക്കെട്ട് വരും, മസിൽ വേദന വരും, ചെക്കമായി വന്ന് കഴിഞ്ഞാൽ ആദ്യം വന്ന് ചോദിക്കുക ഹാർട്ട് അറ്റാക്ക്. അപ്പൊ മനുഷ്യൻ നിന്ന് ഓവറായിട്ട് തിങ്കിക്കുക. അതിനുവേണ്ടി സത്സംഗത്തിൽ വരാൻ 1 മണിക്കൂർ കിട്ടില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആസ്പത്രിയിൽ. കാരണം ആസ്പത്രിയിൽ വന്ന കാണിക്കലും പിന്നെ ഇതൊക്കെ കൂടി വൈകുന്നേരമാകും. അപ്പൊ അവിടെ നിന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ട് നമ്മൾ വളരെയധികം കെയർഫുള്ളാണ്. എന്താ പറയുക, അതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ആരോഗ്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ സത്സംഗത്ത് വന്ന ആത്മീയമായിട്ടുള്ള ഒരു മാറ്റത്തിന് പറഞ്ഞാൽ അത് ആർക്കും അത്ര വിശ്വാസമില്ല. അപ്പൊ ഹൃദയവിദ്യ പറഞ്ഞാൽ ഇതന്നെയാണ് ഈ ആത്മസ്ഥം, ഈ സ്ഥിതപ്രജ്ഞത്വം, ഈ ആത്മബോധം വരുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നാൽ ശോകനാശിനിയാണ്. ഈ ശോകനാശിനി നേരിടണമെങ്കിൽ നമ്മൾ ആത്മസ്വരൂപം, തെളിച്ചം വരണം, ഈശ്വര ദർശനം വരണം. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വക ആത്മീയ സാധനങ്ങളൊക്കെ. അതാണ് ശോകനാശിനി. അദ്ദേഹത്തിന്റെ 2 ദിവസത്തെയായിരുന്നു. പിന്നെ അദ്ദേഹമൊക്കെ അതിന്റെ ലെവലിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ഉപനിഷത്തുകളുടെ ശ്ലോകത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പോകും, എവിടേക്കോ പോകും. പുറത്തു വന്നാൽ ഒന്നും മനസ്സിലാവില്ല, എവിടേക്കാ പോയി അറിയില്ല. ഉച്ചതിൻ്റെ മുമ്പ് 2 ദിവസമാണ്. പിന്നുള്ളത് ഭാഗവത ദർശനമാണ്. ഭാഗവതത്തിലെ കാരണം എന്ന് പറയും കലിയുഗത്തിലെ ഏറ്റവും വലിയ ഒരു 2 ഇതാണ് ഭാഗവതം ഗീതയും. പക്ഷെ ഗീത എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലാണ്. ആ ആശയങ്ങളെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തിൽ കൂടുതൽ പ്രാമുഖ്യമുണ്ട് ഈ കലികാലത്തിൽ. കാരണം അതിൽ മുഴുവൻ എന്ത് ചെയ്ത് കാണിക്കുകയാണ്, ചെയ്താൽ എന്താണ്, ചെയ്തില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഓരോരോ രാജവംശത്തിന്റെ ആൾക്കാരെ ഉപദേശങ്ങൾ. 10-28 സ്തുതികളുണ്ട്. സ്തുതികൾ മുഴുവൻ വേദാന്തങ്ങളാണ്. മുഴുവൻ ഇപ്പൊ ധ്രുവസ്തുതി ആയിരുന്നു. ആദ്യത്തെ കുന്തി സ്തുതി പോലും അവിടുന്ന് തൊട്ട് തുടങ്ങും. ആദ്യത്തെ ആ അധ്യായത്തിൽ 8ാമത്തെ അധ്യായത്തിലാണ് കുന്തി സ്തുതി. പിന്നെ 9 ഭീഷ്മസ്തുതി, ശുഭസ്തുതി, അങ്ങനെ വരികയാണ്. ഗജേന്ദ്ര സ്തുതി സ്വാമി പറഞ്ഞ ഗജേന്ദ്ര സ്തുതി ഏറ്റവും ഭാഗവതത്തിലെ ഉപനിഷത് സ്തുതി അത്ര ഗജേന്ദ്ര സ്തുതി. അത് വൃതപ്പെടുത്തിട്ട് വേണം, അത്രയും മനസ്സ് തയ്യാറായിട്ട് അത്ര ഗജേന്ദ്ര. ഞാൻ ആദ്യമായിട്ട് ഇക്കൊല്ലം അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഗജേന്ദ്ര സ്തുതി ആയിരുന്നു. അപ്പോ ആ ഗജേന്ദ്ര സ്തുതി അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേകം കൂടി പറഞ്ഞു. അപ്പൊ അത്രയും മനസ്സ് അതിനത്രയും ശുദ്ധമായിട്ട്. അതാണ് 4ാമത്തെ ദിവസം രാവിലെയാണ് ഗജേന്ദ്ര മോക്ഷം വരിക. എപ്പോഴും രാവിലെയാണ് ഗജേന്ദ്ര 4ാമത്തെ ദിവസം വരിക. അപ്പോ അങ്ങനെയുള്ള സ്തുതികൾ ഭാഗവതത്തില് നമ്മൾ മുഴുവൻ ഈ കലികാലത്തിന് മാനസികമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മള് ഇപ്പൊ ഭാഗവതം പറഞ്ഞു ദശമസ്കന്ധത്തില് രുക്മിണി സ്വയംവരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് തൊഴിച്ചു പോയി. അപ്പോഴേക്കും സുരേഷ് ബെല്ലടിച്ചപ്പോ അത് പകുതി മുക്കാലായിട്ട് അവിടെ നിർത്തി. നമ്മളിപ്പോ രുക്മിണി സ്വയംവരം പറഞ്ഞ ഭാഗവതത്തില് കല്യാണമാണല്ലേ, മംഗളം നേരുന്നു 2 പേർക്കും, കൃഷ്ണന്റെ രുക്മിണിക്കും 5000 കൂടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ ഇന്ന് മുഴുവൻ എന്ത് പറ്റിച്ചാൽ ആചാരങ്ങളിൽ മാത്രം ഒഴുകിയിട്ട് പോയി. നമ്മുടെ ഭാഗവത സപ്താഹത്തിൽ മുഴുവൻ കല്യാണം ഗംഭീരമായിട്ട് കഴിക്കണം.
അത് പിന്നെ പോട്ടെ, അതിന് വലിയ ശ്ലോകമൊന്നുമില്ല. ഏറ്റവും വലിയ സങ്കടത്തെ അവതാര ആ ശ്ലോകം ആരും വായിക്കുന്നില്ല, കേൾക്കാറില്ല. നോക്കിയല്ലോ, ആ 8ാമത്തെ ശ്ലോകം വായിക്കുമ്പോഴേക്കും മണിയനെയും കപ്പൂരം കത്തിക്കലും മുഴുവൻ ആ ശ്ലോകയെ ഞാൻ കേൾക്കാറ്. ആശ്രമത്തിലെ സപ്താഹത്തിൽ മാത്രമുണ്ടോ അവരാ ശ്ലോകം വായിച്ചതിന് ചേർത്ത് കപ്പൂരം കത്തി. ആ നിശീതയെ തമോഭൂതേ ജായമാനെ ജനാർദ്ദന ആരെങ്കിലും ചൊല്ലാറുണ്ടോ? ദേവജ്ഞാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാചയ ആദിരാസ് യഥാപ്രീശ്യാം ദിവ്യപുഷ്കലാം. എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണഭാവം ഭവിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. കൃഷ്ണൻ അവിടെ ജനിച്ച് എത്ര മുമ്പ് ആ ജനനത്തിൽ കൂടി നമ്മുടെ ഉള്ളിൽ ആ കൃഷ്ണഭാവം ജനിക്കട്ടെ. ആ ശ്ലോകാരം കേൾക്കില്ല. അപ്പൊ അതുപോലെ ഇവിടെ രുക്മിണി സ്വയംവരം പറഞ്ഞാൽ നമ്മുടെ ജീവൻ എത്ര കഷ്ടപ്പെട്ടിട്ടും ആത്മാവിനെ പിടിക്കുന്ന ആ ഒരു രംഗമാണതിൽ ഭാഗവതത്തില് വ്യാസ മഹർഷി വിഭാവനം ചെയ്തു. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഭാഗവതത്തിൽ കടക്കുന്നതിന് മുമ്പേ ആ കുറച്ചു നേരം ധ്യാനത്തിൽ ഒരു 5 മിനിറ്റ് നേരം അതുകൊണ്ട്, കാരണം ഉറക്കത്തിലേക്കാൾ നല്ല കുറച്ച് നമ്മൾ കഴിയുമ്പോൾ ഒരു ചെറിയ ഉറക്കമൊക്കെ വരുമ്പോൾ ഒന്ന് നല്ലോണം ഉറങ്ങിക്കോട്ടെ. ഇപ്പൊ നെച്ചൂര് പറയും, പക്ഷെ അദ്ദേഹത്തിന്റെ പണ്ടത്തെ വാക്ക് വളരെ ഉപകാരം. അദ്ദേഹത്തിന്റെ പറഞ്ഞ പകുതി അവർക്ക് എല്ലാവരും ഉറങ്ങും. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ പറയും, നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഉറങ്ങും, പക്ഷെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വളരെ ശക്തമാണ്. നിങ്ങൾ ഉറങ്ങിയാലേ നല്ലത് പറയും. നിങ്ങളെ ഇരിക്കുന്ന ആത്മാവ് വൃത്തിയായിട്ട് കേൾക്കും. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളെ മനസ്സ് അവിടേക്കും ഇവിടേക്കും പോകും. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് ശുദ്ധമായിട്ട് കേൾക്കും. അങ്ങനെയാണല്ലോ പ്രഹ്ലാദനം അല്ലേ? പ്രഹ്ലാദം കേട്ടു, പ്രഹ്ലാദമാണ് ഗർഭപാത്രം എന്നിട്ടല്ലേ കേട്ട്. അപ്പൊ നമ്മൾ അദ്ദേഹം പറയും, എന്റെ മുമ്പിൽ നിന്ന് ചിലരൊക്കെ ഉറങ്ങ ഓട്ടുന്നത് വായ പൊളിക്കരുത് പറയും. അതൊക്കെ പേടിയാവും പറയും. തമാശയിൽ പറയും, മുമ്പിൽ നിന്നിട്ട് വായ പൊളിക്കും, അത് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങളുടെ മനസ്സ് കേട്ട. പക്ഷെ അത് പണ്ട് പറയുമ്പോൾ അത്ര കാര്യമായിരുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന മനസ്സ് എന്തെങ്കിലും നിങ്ങളോട് സത്സംഗം ചെയ്യുന്നവർ ഒരു പക്ഷെ അതൊരു വളരെ സത്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പണ്ടൊക്കെ 8-10 ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഇന്നിപ്പോൾ 1000കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരിക. അപ്പൊ അന്നും പറയുകയാണ്, ആകെ 10-15 ആൾക്കാരുണ്ട്, അതിൽ കുറച്ച് ഉറങ്ങും ചെയ്യും 10 ആൾക്കാർ. അപ്പൊ അദ്ദേഹം പറയും ഉറങ്ങിക്കോളൂ, എഴുതാൻ പാടില്ല. അദ്ദേഹം പറയും ഉറങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവ് കേൾക്കും, അത് എന്തെങ്കിലും നിങ്ങളായിട്ട് സംവദിക്കും. പക്ഷെ അത് വളരെ സത്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സത്സംഗം നമുക്ക് കിട്ടും. എന്നെ പോലുള്ള ആൾക്കാർക്ക് 2 മണിക്കൂർ പാലക്കാട് പെരുന്തമണ്ണ യാത്ര ചെയ്യാൻ 19 കൊല്ലായി. അപ്പൊ അപ്പോഴും നിലക്കൂടി ചോദിച്ചു, നിങ്ങൾക്ക് മടി തോന്നില്ല ഈ യാത്ര ചെയ്യാറ്? അത് വളരെ സത്യമാണ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഉറങ്ങും, പിന്നെ ഉണരും, പിന്നെ ഉറങ്ങും. ഈ സത്സംഗം കിട്ടും. അങ്ങനെ ഈ ബസ്സിൽ ഇരുന്നിട്ടാണ് കൂടുതൽ കിട്ടുക. അത് അപ്പൊ ഞങ്ങൾ ആലോചിക്കുക, അദ്ദേഹത്തിന്റെ വാക്ക് പണ്ടൊക്കെ ഉറങ്ങിയിരുന്നതിനും ഇപ്പൊ നിലയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് മനസ്സിലാവില്ല. അദ്ദേഹം നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം ലാസ്റ്റ് നിർത്തുമ്പോൾ തോന്നും എവിടെയാണെന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പത്തിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ സന്യാസി. പണ്ടത്തെ അത്ര ആട് പറയുന്നില്ല. ഇപ്പൊ സന്യാസിയൊക്കെ വളരെ ലൂസായിട്ടാണ് ഇപ്പൊ പറയുന്നത്. വളരെ ഫ്രാങ്ക് ആയിരുന്നു. ആൾക്കാരായിട്ട് ഒന്നും കൂടി പണ്ട് ഇത്ര ഉണ്ടായില്ല, ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിരുന്നു. അത്രയൊന്നും പോയി. ഇപ്പോൾ വളരെ ആൾക്കാരായിട്ട് മിങ്കിളാകാൻ തുടങ്ങി സന്യാസിയൊക്കെ. പക്ഷെ അതാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഈ ഹൃദയവിദ്യ എന്നുള്ളത് നമ്മൾ കുറച്ചു നേരം നമ്മുടെ ആത്മാവിലേക്ക് ശ്രദ്ധിക്കുക. ഒരു 3 നേരം ഓങ്കാരം ചൊല്ലി ആ ഓങ്കാരത്തിനെ നമ്മൾ മനസ്സിൽ ആ ശബ്ദത്തിനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളില് നമ്മുടെ ശബ്ദത്തിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. പതുക്കെ 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 നമ്മുടെ ശ്വാസത്തെ ഈ ധ്യാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല, അതിനെ നമ്മുടെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിൽ പോകുന്ന ശ്വാസവും പുറത്തേക്ക് വരുന്ന ശ്വാസവും നമ്മളിങ്ങനെ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും വേണ്ട. അതിന് വേണ്ടി മെനക്കെടണ്ട. സാധാരണ പോകുന്ന ആ ശ്വാസോച്ഛ്വാസത്തിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ. അതിന് നിങ്ങൾ ഇപ്പോൾ അമ്മയുടെയൊക്കെ വരുമ്പോൾ മാവും അത് പറയും, നിങ്ങൾ ഏതെങ്കിലും ഒരു നാമം വേണമെങ്കിൽ ജപിക്കാം, വേണമെങ്കിൽ വേണ്ട. അതിൽ നമ്മൾ നാമം അതിൽ ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് പോയി കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം നിലയ്ക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഓങ്കാരത്തിന് വേണ്ടി ആ ശബ്ദത്തിൽ തന്നെ അവിടെ നിൽക്കും. മനസ്സിലായി? അപ്പോൾ അവിടെയുള്ള കുറേ കാര്യങ്ങൾ അത് ഏറ്റവും പറയാണ്, ശരീരമാകുന്ന കാറിൻ്റെ ഡ്രൈവറാണ് ഞാൻ വേറെ, കാറ് വേറെ.
നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ചില വാക്കുകളാണ്. ഈ ശരീരമാകുന്ന കൂട്ടിലെ കിളിയാണ് ഞാൻ. ചില പോയിന്റുകൾ പറഞ്ഞു. നമ്മുടെ ആ ധ്യാനത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരമല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ശരീരമാകുന്ന വിളക്കിലെ ദീപനാളമാണ് ഞാൻ വെളിച്ചമാണ്, ആത്മീയ വെളിച്ചം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമുക്കിപ്പോഴെല്ലാം ഇത് കേട്ട് മനസ്സിലാക്കാം. അതിസൂക്ഷ്മമായ നക്ഷത്രം പോലെ ഭാരമില്ലാത്ത ഒരു ഊർജ കണിക, ഉരിക മധ്യത്തിൽ തലച്ചോറിനുള്ളിലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഈ ശരീരം എന്ന വാഹനത്തെ നിയന്ത്രിക്കുകയാണ് ഞാൻ. ഈ മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് ലാറ്റിൻ ശബ്ദത്തിൽ നിന്ന് വന്ന മെഡിറ എന്നുള്ളതിന് വന്ന, അതിനാണ് ഈ മെഡിസിൻ എന്നുള്ള വാക്കും വന്നു. മെഡിറ്റേഷൻ അർത്ഥം അതിനെ സുഖപ്പെടുത്തുന്ന അത്ര ലാറ്റിൻ വാക്കാണ്. അതിനെ മെഡിറ്റേഷൻ വന്നു. ലാറ്റിൻ വേർഡ് എന്ന് വന്നതാണ് മെഡിറ. അതിൽ നിന്നാണ് മെഡിസിൻ എന്നുള്ള വാക്കും വന്ന് മെഡിറ്റേഷൻ. ഇതിൻ്റെ അർത്ഥം സുഖപ്പെടുത്തുക എന്നാണ്. ഇവിടെ നമ്മളെ തന്നെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് ധ്യാനം. നമ്മൾ ശരീരത്തിൽ നിങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, പലപ്പോഴും ഉണ്ട്. നമ്മൾ ഒരു തലവേദനയാണെങ്കിൽ ആ തലവേദനയെ മാത്രം ധ്യാനിച്ച് വേദന ധ്യാനിച്ചാൽ പതുക്കെ വേദന കുറയുന്നതായിട്ട് നമുക്ക് അനുഭവം. ഒരു കാലുമ്പിൽ വേദനയാണെങ്കിൽ നമ്മൾ ധ്യാനിച്ച ആ കാലുമ്പിലെ വേദനയെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അലിഞ്ഞ് പോകുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ധ്യാനത്തിൻ്റെ ഈ വാക്ക് മനസ്സിലെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് ധ്യാനം. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗമാണ് ധ്യാനം. എങ്ങനെ ശരീരത്തിന് ഓക്സിജൻ ആവശ്യമാണോ അതുപോലെ മനസ്സിന് ശാന്തിയും ശക്തിയും ആവശ്യമാണ്. അത് ഈ ധ്യാനത്തിൽ കൂടെയാണ് കിട്ടുക. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് നാം സ്വയം പരമാത്മാവാണ്. മനസ്സിലെ വ്യർത്ഥ അശുഭ ചിന്തകളെ സമർത്ഥ ശുഭചിന്തകളിലേക്ക് പരിവർത്തനം ചെയ്ത് മനസ്സിലെ ഭാരത്തെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ധ്യാനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിനോടുകൂടി എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നേരം എങ്കിലും ഈ ഒരു ചിന്തകളോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയമായ സാധനയിൽ നമുക്ക് പല പരിവർത്തനങ്ങളും ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നമ്മളിന്ന് ജീവിതം പറഞ്ഞാൽ മനസ്സിൻ്റെ യാത്രയാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. ആ ചിന്തകളിൽ കൂടി നമ്മളെയും കൂടി വലിച്ചു പോകുന്ന ഈ കാലത്ത് ആ ചിന്തകളെ മുഴുവൻ അവനിലേക്ക് അന്തർമുഖമാക്കിയിട്ട് സ്വരൂപത്തിലിരിക്കാൻ സാധിക്കുന്നതാണ് ആത്മീയത. അതിനുള്ളൊരു ശക്തിയാണ് ഇങ്ങനെ കൂട്ടമായിട്ട്. ഇപ്പോൾ നമ്മൾ കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹിന്ദുക്കളിൽ മാത്രമേ ഇത് ഇല്ലാത്തുള്ളൂ. പൂരത്തിനും ഇത് വന്ന് എല്ലാവരും കുറെ കൊട്ടും പാടും കേട്ടിട്ട് പോകും. എല്ലാ മറ്റുള്ള സമുദായങ്ങളിലൊക്കെ ഉണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കൂടുന്നു. നമുക്ക് മാത്രം ഇത് ചെയ്യാനും പറ്റില്ല, ചെയ്താൽ ആരും പറഞ്ഞാൽ അനുസരിക്കും. അപ്പോൾ കൂട്ടമായി ഇരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ ഈ സ്ഥലത്തിന് ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെ അതിനൊരു പ്രകമ്പനം ഉണ്ടാക്കും. അതിലിരിക്കുന്ന ഒരാൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ചിലർക്ക് പവർ കൂടും, ചിലർക്ക് പവർ കുറയും. അപ്പോൾ ഈ കൂടിയ ആൾക്കാർ ഇതെല്ലാം ഒരേപോലെ ഒരു ലയത്തിൽ വന്ന് ഇരിക്കാൻ ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. നമ്മൾ കൂട്ടമായിരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും ഒരുപോലെ അതിന് പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണ് കൂട്ടപ്രാർത്ഥന. അതുകൊണ്ടാണ് അവരെയൊക്കെ ഒന്ന് ഉയർത്തി വരാൻ കാരണം തന്നെ അത് തന്നെയാണ്. നമുക്ക് മാത്രമേ അത് ഇല്ലാത്തുള്ളൂ. അഥവാ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു സപ്താഹങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇതിന് മാത്രം സമയമില്ല. അവിടെ ഏതൊക്കെയോ ലോകങ്ങളിൽ പോകുന്നു. ചിലർക്ക് മാത്രം അതിന് ഉപകാരം പറ്റും. ഇതിനെ അറിയുന്നവർ പോയി ഇരുന്നാൽ അവരത് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞു കൊടുത്ത് വേണ്ടവർ മുങ്ങി തപ്പട്ടെ. കാരണം കിണറിലൊരു സാധനം പോയി പതാള വരണ്ടി എടുത്തിട്ട് ഇങ്ങനെ തെരയൂല്ലേ, അതുപോലെ നമ്മളും നമ്മുടെ മനസ്സിലെ തെരഞ്ഞിപ്പോൾ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയാലാണ് ഈ മുത്ത് നമുക്ക് കിട്ടുള്ളൂ. ആ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ കടഞ്ഞ് ഉള്ളിലേക്ക് പോകണം. അപ്പം ആ ഒരു പ്രക്രിയയാണ് ഏറ്റവും കൂടുതൽ ഇത് കേട്ടുകൊണ്ടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ സ്വയം അത് ചെയ്യുമ്പോഴേ തന്നെ ആ അനുഭവസ്ഥ ആ ലയം വരുള്ളൂ, അനുഭൂതി കിട്ടുള്ളൂ.
ആ സത്യബോധത്തിൽ നിന്നും, അതായത് ശരീരബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്കുള്ള ഭാവമാറ്റമാണ് ധ്യാനത്തിന്റെ ആദ്യ ചുവട്. നമ്മുടെ ശരീരബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്കുള്ള ഭാവമാറ്റം. കാരണം ഭാവതലത്തിലാണ് നമ്മളെല്ലാം, അതിലാണ് നമ്മളെല്ലാം. അപ്പോൾ പുറത്താണ് നമ്മൾ നിൽക്കണമെങ്കിൽ പ്രാപഞ്ചികമായ സുഖത്തിൻ്റെ മുകളിൽ നമ്മൾ പോകും. ആ ഒരു ഭാവമാറ്റത്തെ അന്തർമുഖമായിട്ട് മാറ്റുമ്പോഴാണ് നമ്മൾ ഈ ആത്മലയം, ആത്മാനുഭൂതിയൊക്കെ വരുള്ളൂ. കുറച്ചുണ്ട് നമുക്ക്.